ഭാവിയിലെ വലിയ വലിയ സിനിമാറ്റോഗ്രാഫേഴ്സ് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. കുറച്ച് ടിപ്സ് ഫോർ ദ സിനിമാറ്റോഗ്രാഫേഴ്സ്. ലൊക്കേഷൻ സ്കൗട്ടിന് അല്ലെങ്കിൽ റെക്കേക്കൊക്കെ പോകുമ്പോൾ ഒരു ക്യാമറ കൂടെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. കാരണം ഷൂട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് സൺലൈറ്റിൻ്റെ അളവ്, അങ്ങനെയുള്ള ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻസ് മുൻകൂട്ടി അറിയുന്നത് ഷൂട്ടിങ്ങിന് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഏത് ഷൂട്ടിന് മുമ്പും ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കണം. ഷൂട്ടിൻ്റെ സമയത്ത് അനാവശ്യമായ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ സാധിക്കും, പിന്നെ സമയം ലാഭിക്കാനും സാധിക്കും. ഒരു നല്ല ഷോട്ട് വെക്കുക എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു നല്ല ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നത്. വെസ്റ്റേൺ മൂവീസ് ചെയ്ത് പ്രസിദ്ധനായ സംവിധായകൻ ജോൺ ഫോർഡ് അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക സിനിമകളും ചെയ്തത് അരിസോണ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ആ സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അത്രയും അറിയാവുന്നത് കൊണ്ട് തന്നെ മികച്ച പല ഷോട്ടുകളും അദ്ദേഹത്തിന് അവിടെ വെക്കാൻ സാധിച്ചിട്ടുണ്ട്. മലയാളത്തിലേക്ക് വരുവാണെങ്കിൽ ഈ അടുത്തിറങ്ങിയ എക്കോയും കിഷ്കിന്ധാകാണ്ഡവും എല്ലാം ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. ചുമ്മാ ഒരു ഷോട്ട് വെക്കാതെ അതിനൊരു ഡെപ്ത് ഒക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു സിനിമാറ്റിക് ഫീൽ കിട്ടും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സിനിമാറ്റോഗ്രാഫർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം എഡിറ്റിംഗിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ സെറ്റ് ചെയ്യാം. നിങ്ങൾ സിനിമാറ്റോഗ്രാഫി പഠിച്ചതും പഠിക്കുന്നതും ലൈറ്റും ക്യാമറയും ഉപയോഗിച്ചാണ്, അല്ലാതെ ഡാവിഞ്ചി റിസോൾവും പ്രീമിയർ പ്രോയും ഉപയോഗിച്ചല്ല. യോജിച്ച ടീമിനെ തിരഞ്ഞെടുക്കുക. എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് സോൾവ് ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. നിങ്ങളുടെ സെറ്റിലെ ഗാഫറോ കീ ഗ്രിപ്പോ നിങ്ങളെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അവരോട് ഹെൽപ്പ് ചോദിക്കാം. ഈഗോ സെറ്റിന് വെളിയിൽ വെക്കുക. നിങ്ങളുടെ വിഷ്വൽ സ്റ്റോറി ടെല്ലിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിനായിട്ട് ഡു ഫോളോ സഫ്ര.